ഹലോ, വെൽക്കം ബാക്ക്. അൽ-ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഓൺലൈൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ വളരെ വലിയ ഒരു മീലാദ് ഫെസ്റ്റ് നടന്നു. ഏറ്റവും സന്തോഷമായി അത് കണ്ടപ്പോൾ. കാരണം നല്ല രൂപത്തിൽ നല്ല റാലിയും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവർക്കും കൺകുളിർമയേകുന്ന ഒരു കാഴ്ചയായിട്ട് അൽ-ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ മീലാദ് റാലി എല്ലാം വളരെ സജീവമായിട്ട് നടന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് അതിന്. ഇനിയും അത്തരത്തിലുള്ള ധാരാളം പരിപാടികൾ നേതൃത്വം നൽകാനും അതുപോലെ തന്നെ അതൊക്കെ നല്ല രൂപത്തിൽ കണ്ടക്ട് ചെയ്യാനും നമ്മുടെ മാനേജ്മെൻറ്റിനും നമ്മുടെ ടീച്ചേഴ്സിനും പാരൻസും സ്റ്റുഡൻസിനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ചെയ്യും എന്ന് പറയുന്നത്. ചെയ്യും, വരാൻ പോകുന്ന ഒരു സമയത്ത് ചെയ്യും എന്നുള്ളതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ചെയ്യും, ചെയ്യോ, ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഐ വോണ്ട് സ്റ്റഡി, ഐ വോണ്ട് കം, ഞാൻ വരൂല. ഐ വോണ്ട് റൈറ്റ്, ഐ വോണ്ട് കോൾ യു, ഞാൻ നിനക്ക് വിളിക്കില്ല. ഹീ വോണ്ട് കം ഹിയർ, അവനിങ്ങോട്ട് വരില്ല. തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടായി. ചെയ്യില്ല എന്നുള്ളത്. വരുമോ, വിൽ യു കം, വിൽ യു റൈറ്റ്, നീ എഴുതുമോ, വിൽ യു സ്റ്റഡി, നീ പഠിക്കുമോ, വിൽ യു കോൾ, നീ വിളിക്കുമോ, തുടങ്ങിയ സംഭവങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്നതിൻ്റെ അവസാന ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ച് നമുക്ക് നെക്സ്റ്റ് അതൊന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതെങ്ങനെയാണ്? നീ എന്താണ് പഠിക്കുക, പഠിക്കുമോ, വിൽ യു സ്റ്റഡി. നീ എന്ത് പഠിക്കും, നീ എങ്ങനെ പഠിക്കും, നീ എപ്പോൾ പഠിക്കും, തുടങ്ങിയ കാര്യങ്ങൾ പറയണം. എന്തതിന് ചെയ്യേണ്ടത്? ഒന്നുമില്ല. ആ വിൽ യു സ്റ്റഡി, വിൽ യു കം, വിൽ യു റൈറ്റ് എന്ന് എഴുതിയെടുത്ത് വാട്ട് എന്ന് ചേർക്കാം, ഹൗ എന്ന് ചേർക്കാം, വെൻ എന്ന് ചേർക്കാം. ഇതൊക്കെ ചേർത്താൽ അതിൻ്റെ അർത്ഥം അങ്ങനെ കിട്ടും. ഫോർ എക്സാമ്പിൾ, വിൽ യു കം, നീ വരുമോ. വെൻ വിൽ യു കം, നീ എപ്പോൾ വരും. ഹൗ വിൽ യു കം, നീ എപ്പോൾ വരും. വേർ വിൽ യു കം, നീ എവിടെ വരും. മനസ്സിലായി? വിൽ യു ഈറ്റ്, നീ തിന്നുമോ. വാട്ട് വിൽ യു ഈറ്റ്, നീ എന്ത് തിന്നും. ഹൗ വിൽ യു ഈറ്റ്, നീ എങ്ങനെ തിന്നും. വെൻ വിൽ യു ഈറ്റ്, നീ എപ്പോൾ തിന്നും. തുടങ്ങിയ സംഭവം. യു മാത്രമല്ല, ഹീ പറ്റും, അല്ലെങ്കിൽ ഒരു പേര് പറ്റും. ഇതൊക്കെ. അപ്പോൾ വെൻ വിൽ ഹീ കോൾ യു, വെൻ വിൽ ഹീ കോൾ യു, അവൻ എപ്പോൾ നിനക്ക് വിളിക്കും, തുടങ്ങിയ കാര്യം. ഇത് നമുക്ക് കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ കൊടുത്ത് ആ ഭാഗം, ആ വിൽ എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാം. അത് പറയുമ്പോൾ ഇപ്പോൾ വാട്ട്, വെൻ, വിച്ച് ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ മുമ്പത്തെ കാര്യം കൂടെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാം. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.